ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പായസം ഉണ്ടാക്കാം. ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ തേങ്ങ പാലിലിട്ട പായസമാണ് ഉണ്ടാക്കുന്നത്. മീൻസ് അരിപ്പായസം. ഇതിന് നമുക്ക് വേണ്ടത് രണ്ട് തേങ്ങ തികയുമെന്നറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. പിന്നെ കുറച്ച് മുന്തിരി, ശർക്കര, പിന്നെ നമ്മളെ പച്ചരി. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയല്ല, ഇത് നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന നല്ല പച്ചരി. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊള്ളൂല. അയ്യോ, അങ്ങനെയല്ല, ഇതിനൊരു വേറെ ടേസ്റ്റാണ്, അതിനത്ര ടേസ്റ്റ് ഇല്ല. പിന്നെ അണ്ടിപ്പരിപ്പ് ഗൈസ്, ഇത് പകുതി തീർന്നു, ഞങ്ങൾ ഇന്നലെ കൊണ്ടുവന്നിട്ട് തീർത്തു. പിന്നെ നമ്മളെ ഏലക്ക. ഇതിൻ്റെ മണം നല്ലതാണ്, പക്ഷെ എനിക്ക് കടിക്കാൻ ഇഷ്ടമല്ല. സോ അതാണ് ഞാൻ നല്ലോണം പൊടിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നോരോന്ന് സെറ്റ് ചെയ്ത് വെക്കാം. എന്താണെന്നറിയില്ല, എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല ഗൈസ്. ഇതിപ്പോൾ മുന്തിരി കുറച്ച് കൂടുതലും അണ്ടിപ്പരിപ്പ് കുറച്ച് കുറവായിരിക്കും. കുഴപ്പമില്ല, നമുക്ക് ഫസ്റ്റ് ഇത് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് ഒരു പാത്രത്തിലിട്ട് വെക്കാം. ഇതുണ്ടോ, ഇത് കൂടുതലും ഇത് കുറഞ്ഞും പോയി. സോ നമ്മൾ എന്ത് ചെയ്യാം, തിന്ന് ഈക്വൽ ആക്കണം. രണ്ടെണ്ണം നമുക്ക് അനുവിന് കൊണ്ട് കൊടുത്തിട്ട് വരാം ഗൈസ്. ഇത് നമുക്ക് മാറ്റി വെക്കാം ഗൈസ്, അല്ലെങ്കിൽ ഞാനിത് ഫുള്ള് തിന്ന് തീർക്കും. അപ്പോൾ നമുക്കിത് ഇവിടെ എങ്ങനെ വയ്ക്കാം. ഏലക്കയും ജീരകവും പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതും കൂടെ പൊടിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരി അടുപ്പത്തേക്ക് ഇടാം. ഇനി നമുക്ക് കുറച്ച് ജീരകം എടുക്കാം ഗൈസ്. കുറച്ച് ജീരകം ഇത്രയും വേണോ? കുറച്ച് ജീരകം എടുത്തിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഏലക്ക പൊടിച്ചു കൊണ്ടുവന്നു, ഏലക്കയും ജീരകവും. ഇനിയിപ്പോൾ നമുക്ക് അരി കഴുകി വെക്കണം. ഈ മുന്തിരിക്ക് ഭയങ്കര പുളിയാണ് ഗൈസ്. ഒരു വ്യത്യാസമുണ്ട് ഗൈസ്, കണ്ടോ? ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി പോലെയല്ല, ഇത് വേറൊരു ഡിഫറെൻ്റ് അരിയാണ്. ഇതുകൊണ്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ വെക്കുന്നതുകൊണ്ട് വേറെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഗൈസ്. കത്തി ഈ പാത്രത്തിൽ കുറച്ച് ശർക്കര ഉരുക്കാൻ വെക്കാം. അപ്പം ഞാനിതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കണം. നമുക്കൊരു 5 വെള്ളം ഇട്ട് കൊടുക്കാം. 5 ആയി, ഒരെണ്ണം കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുത്തു. ഇനി മധുരം പറ്റിയില്ലെങ്കിലോ. വെള്ളം അടുപ്പത്ത് വെച്ചു, അരിയും അടുപ്പത്ത് വെച്ചു. ഇനി നമ്മുടെ നെക്സ്റ്റ് പണി തേങ്ങ പൊടിക്കാൻ നമുക്ക് ഈ കത്തി എടുക്കാം. ഇങ്ങനെയാണ് തേങ്ങ പൊട്ടി. കറണ്ട് പോയതാ. നെക്സ്റ്റ് തേങ്ങ ഇതെങ്കിലും ഒന്ന് നന്നായി കിട്ടിയാൽ മതി. കഥമായി കഴിച്ചു. ഇങ്ങനെയാണ് കഴിച്ച് എനിക്ക് തേങ്ങ ഇട്ട്. ഇത്രയും തേങ്ങ പിഴിഞ്ഞ് ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുക്കൽ വലിയ പണിയില്ല, പക്ഷെ ചിരണ്ടലാണ് ഭയങ്കര പണി. ഇളം തേങ്ങയാണ്, ഒത്തിരി മൂപ്പായ തേങ്ങയല്ല. അപ്പം അതുകൊണ്ട് ഇതിന് നല്ല പാലുണ്ടാവും. അപ്പോൾ നമുക്കിത് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്തിട്ട് കാണാമല്ലോ. 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞെടുത്തു. ഇനിയിപ്പോൾ 3-ാം പാൽ എടുക്കണം. അപ്പോൾ അത് ഓൾറെഡി ഇതെങ്ങനെ ആയതുകൊണ്ട് ഇനി ഞാനിത് പിഴിഞ്ഞാൽ കിട്ടൂല. അപ്പോൾ നമ്മൾ ഇത് പിഴിഞ്ഞെടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് അടിച്ചെടുക്കും. അപ്പോൾ എനിക്ക് കുറച്ച് ഈസി ആയിരിക്കും പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഇട്ടോ, ഇങ്ങനെ ഇട്ടോ. ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കണം.
പിന്നെ നമുക്ക് ശർക്കര വെള്ളമായി, ഇതുമായി, അരിയും എന്തൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ വർഷം വരെ അച്ഛന് ബർത്ത്ഡേക്ക് ഷർട്ട് എടുത്ത് കൊടുക്കായിരുന്നു. എപ്പോഴും ഞാൻ ഷർട്ടാണ് എടുത്ത് കൊടുക്കുക. പക്ഷേ ഈ വർഷം ബർത്ത്ഡേക്ക് ഒന്നും എടുത്തു കൊടുക്കാൻ പറ്റിയില്ല. വീട് പണീൻ്റെ ആ ടൈമൊക്കെ ആയതുകൊണ്ട് ഒന്നും എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇന്നലെ അത് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, സാരില്ല, മുണ്ട്, അന്ന് ഞങ്ങൾ ടൗണിൽ പോയപ്പോൾ മുണ്ട് വാങ്ങിക്കൊടുത്തില്ലായിരുന്നു. അപ്പം അത് അച്ഛൻ 2 അങ്ങാണ്ട് എടുത്തുള്ളൂ, ബാക്കി അവിടെ ഇരിക്കുന്നുണ്ട് തോന്നുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു അതിനകത്ത് എടുക്കാത്ത മുണ്ടുണ്ട്, അത് മതിയെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞു കണ്ടോ, ഇത് ഫുൾ ഇങ്ങനെയായി. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമില്ല, ഇതിപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. അരി വെന്തു. ഇപ്പം ഞാൻ അതിലേക്ക് പാലൊഴിച്ചു. 3-ാം പാലാണ് കേട്ടോ ഒഴിച്ചത്. പരിപാടിയൊക്കെ കഴിഞ്ഞു വയസ്സ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് വെന്തു. അത് മതി. ഓരെന്നാ അതെയോ? ഇനി നമുക്ക് ഈ പാല് 2-ാം പാൽ ഒഴിക്കാം. അപ്പോൾ നമ്മൾ 2-ാം പാൽ ഒഴിച്ചു. ഇത് പറ്റിയോ? ഇതങ്ങനെ തന്നെ ഇടും. ഞാൻ അങ്ങനെ തന്നെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തത്.